ഹായ്ഡ മക്കളെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററുമായിട്ടാണ് ടീച്ചർ വന്നിട്ടുള്ളത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫ്ലവറിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററും അതിന്റെ ക്വസ്റ്റ്യൻസും ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പ്ലാന്റിന്റെ ഇന്റേണൽ ഫീച്ചറുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സ്റ്റഡീസ്, അനാട്ടമി റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോണത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഫില്ലിംഗ് ദി ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എപ്പിഡാമൽ ഹെയർസ് ഓൺ ദ സ്റ്റെം ഓഫ് സർട്ടൻ പ്ലാന്റ് ഈസ് കോൾഡ്. നമ്മൾ എപ്പിഡാമൽ അപ്പൻഡേജസിന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ രണ്ട് എപ്പിഡാമൽ അപ്പൻഡേജസിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് എപ്പിഡാമൽ ഹെയർസ് ആണ്, പിന്നൊന്നെന്താ? ഒന്ന് റൂട്ട് ഹെയർസ് ആണ്, പിന്നൊന്നെന്താ? ട്രൈക്കോംസ് ആണ് അല്ലെ? അപ്പൊ സ്റ്റെമ്മിന്റെ എപ്പിഡാമൽ ഹെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രൈക്കോംസ് എന്ന് വിളിക്കുക. റൂട്ടിന്റെ എപ്പിഡാമൽ ഹെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റൂട്ട് ഹെയർസ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് സ്റ്റെമ്മിന്റെ അല്ലേ? അപ്പോൾ ആൻസർ എന്താ വരിക? ട്രൈക്കോംസ് ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Choose the correct answer. All the tissues on the inner side of endodermis together constitute. നമ്മൾ അനാട്ടമി പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പിഡെർമിസ്, അതേപോലെ എന്താ കോർട്ടെക്സിന് ഇന്നർമോസ്റ്റ് ലെയർ എൻഡോഡെർമിസ്, എൻഡോഡെർമിസിനകത്തായിട്ട് പെരിസൈക്കിൾ, പിത്ത്, വാസ്കുലാർ ബണ്ട് എന്നൊക്കെ വിളിച്ചതല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എൻഡോഡെർമിസിന്റെ ഉള്ളിലായിട്ട് വരുന്ന എല്ലാ ടിഷ്യൂസിനെയും ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ അതിന് എന്താ വിളിക്കുക? വി കോൾഡ് ഇറ്റ് ആസ് സ്റ്റീൽ എന്നാണ് വിളിക്കുക. അപ്പൊ ഇതെന്തായാലും പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഗ്രൗണ്ട് ടിഷ്യൂ ഓഫ് ലീഫ് ഈസ് കോൾഡ്. ലീഫിന്റെ ഗ്രൗണ്ട് ടിഷ്യൂവിനെ നമ്മൾ എന്താ വിളിക്കുക? മീസോഫിൽ സെൽസ് ആണ് അല്ലെ? ആൻസർ വരാം മീസോഫിൽ സെൽസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്? ബുള്ളിഫോം സെൽസിനെ കുറിച്ചാണ്. നമ്മൾ ഇവിടെ ബുള്ളിഫോം സെൽസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് നമ്മൾ ലീഫിന്റെ അനാട്ടമി പഠിക്കുന്ന സമയത്ത് മോണോകോട്ട് ലീഫിന്റെ അനാട്ടമിന്റെ ഭാഗത്താണ് നമ്മൾ ബുള്ളിഫോം സെൽസിനെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഗ്രാസസില് ചില അഡാക്സിയൽ എപ്പിഡാമൽ സെൽസും അതേപോലെ വെയിൻസും, അഡാക്സിയൽ എപ്പിഡാമൽ സെൽസ് അലോങ് വിത്ത് വെയിൻസ് മോഡിഫൈ ചെയ്തിട്ടാണ് ബുള്ളിഫോം സെൽസ് ഉണ്ടാവുന്നത്. ബുള്ളിഫോം സെൽസ് എന്താ? ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ് ആണ് ബുള്ളിഫോം സെൽസ് അല്ലെ? ഇവരെന്താ ചെയ്യുക? ഒരു പ്ലാന്റിനെ ഈ ബുള്ളിഫോം സെൽസ് എന്ത് ചെയ്യും? ഒരു പ്ലാന്റിന്റെ ലീഫിനെ കേൾ ഇൻവേർഡ്സ്, മേക്ക് ദ ലീഫ് കേൾ ഇൻവേർഡ്സ്, അതുവഴി അവർ എന്ത് ചെയ്യും? വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനെ കുറിച്ച് എഴുതേണ്ടത്, ബുള്ളിഫോം സെൽസിനെ കുറിച്ച് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. 2 types of plant specimens were given to students for microscopical observation. They were directed to note down the features they observed. Major features noted by students were summarized in the box below. അപ്പോൾ നിങ്ങൾ ഇനി +2 ലാബെല്ലാം ചെയ്യും. അപ്പോൾ ലാബ് ചെയ്യുന്ന സമയത്ത് ചില കുട്ടികൾ ഇങ്ങനെ ലാബ് ചെയ്തപ്പോൾ അവർ കണ്ട കുറച്ച് ഫീച്ചേഴ്സ് അവർ നോട്ട് ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ 2 സ്പെസിമെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ കറക്റ്റ് ഫീച്ചേഴ്സ് എടുത്ത് അതിനെ കറക്റ്റ് കോളമായിട്ട് അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോ ഫീച്ചേഴ്സ് വായിക്കുക, എന്നിട്ട് അതിന്റെ അത് ഏത് സ്പെസിമെൻ ആണെന്ന് മനസ്സിലാക്കുക. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ ആണെങ്കിൽ അതെന്താ? റൂട്ടാ. റൂട്ടിൽ മോണോകോട്ട് റൂട്ടും ഉണ്ട്, ഡൈക്കോട്ട് റൂട്ടും ഉണ്ട്. ദെൻ ഡയാർക്ക് ടു ടെട്രാർക്ക് 2 to 4 നമ്പർ ആണെങ്കിൽ അതേതാ? ഡൈക്കോട്ടാണ്. മോർ ദാൻ 6 ഓർ പോളിയാർക്ക് കണ്ടീഷൻ ആണെങ്കിൽ അതെന്താ? മോണോകോട്ടാ. അപ്പൊ ഇത് ഏത് റൂട്ടാ? മോണോകോട്ട് റൂട്ടിന്റെ ഫീച്ചർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. Collateral vascular bundle arranged in the form of a ring and vascular bundles are few in number. Ring arrangement നമ്മൾ ഏതിലാ പഠിക്കുന്നത്? ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് പഠിക്കുന്നത്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ. Then xylem round in shape. ഓക്കെ, എവിടെ നിങ്ങൾ xylem round in shape പഠിക്കുന്നത്? നമ്മൾ റൂട്ടിലാണ് പഠിക്കുന്നത്. മോണോകോട്ട് റൂട്ടിലാണ് ആ ഫീച്ചർ വരുന്നത് അല്ലേ? ദെൻ xylem is exarch. എഗെയിൻ എവിടെയാ? മോണോകോട്ട് ഡൈക്കോട്ട് റൂട്ടിലും എങ്ങനെയാ? ഈ പറയുന്ന xylem exarch. ദെൻ campium present in between xylem and phloem. കൺജോയിന്റ് ഓപ്പൺ ബണ്ടിൽസിലാണ് കാണുക. എവിടെയാ കൺജോയിന്റ് ഓപ്പൺ ബണ്ടിൽസ് ഉള്ളത്? ഡൈക്കോട്ട് സ്റ്റെമ്മിലാ. ആൻഡ് xylem entarch ഏതിന്റെ ഫീച്ചറാ? സ്റ്റെമ്മിന്റെ ഫീച്ചറാ. അപ്പൊ കിട്ടിയല്ലോ. നെയിം ദ 2 സ്പെസിമെൻ. ഏതൊക്കെയാ? മോണോകോട്ട് റൂട്ടും ഡൈക്കോട്ട് സ്റ്റെമ്മും. കോളം വരച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫീച്ചേഴ്സ് എഴുതുക. ഒന്നില് എന്ത് ചെയ്യുക? മോണോകോട്ട് റൂട്ട് മോണോ
കോട്ട് റൂട്ട് എന്ന് ഹെഡിങ് ഇടുക. അടുത്തതിൽ എങ്ങനെ ഹെഡിങ് ഇടുക? ഡൈക്കോട്ട് സ്റ്റെം എന്ന് ഹെഡിങ് ഇടുക. ഇനി എല്ലാത്തിൻ്റെയും ഫീച്ചർ എഴുതുക. ഒന്നാമത്തത് മോണോകോട്ട് റൂട്ടാണ് എ. ദെൻ അടുത്തത് റിംഗ് അറേഞ്ച്മെന്റ് ഡൈക്കോട്ട് സ്റ്റെം ആണ് ബി. സൈലം റൗണ്ട് ഇൻ ഷേപ്പ് മോണോകോട്ട് റൂട്ടാ. എക്സാർക്ക് എന്ന് പറഞ്ഞ മോണോകോട്ട് റൂട്ടാ. ക്യാമ്പിയം പ്രസന്റ് ഡൈക്കോട്ട് സ്റ്റെം ആണ്. സൈലം എൻഡാർക്ക് ഡൈക്കോട്ട് സ്റ്റെം ആണ്. ഓക്കെ, ഇതേ രീതിയിൽ എന്ത് ചെയ്യുക? ടാബുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അനാട്ടമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും അതേപോലെ ലീഫിൻ്റെയും അനാട്ടമിയാണ് പഠിക്കുന്നത്. ഡൈക്കോട്ട് മോണോകോട്ട് റൂട്ടിൻ്റെ അനാട്ടമി പഠിക്കുന്നുണ്ട്, ഡൈക്കോട്ട് മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ അനാട്ടമി പഠിക്കുന്നുണ്ട്, അതേപോലെ ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും തമ്മിലുള്ള അനാട്ടമി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ടാബ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാകും. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക. അങ്ങനെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ചാ? സ്റ്റൊമാറ്റോനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ നമുക്കറിയാം സ്റ്റൊമാറ്റോന്റെ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് അവിടെ 2 ആറുണ്ട്. ഡൈക്കോട്ടിലാണെങ്കിൽ ബീൻ ഷേപ്പിലും മോണോകോട്ടിലാണെങ്കിൽ ഡംബൽ ഷേപ്പിലുമുള്ള ഗാർഡ് സെൽസ് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആ ഗാർഡ് സെല്ലിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ഗാർഡ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഗാർഡ് സെൽ ആണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുക? ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താ എഴുതി വെക്കുന്നത്? ഗാർഡ് സെൽ ആണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദി കറക്റ്റ് ആൻസർ. കാസ്പേരിയൻ സ്ട്രിപ്സ് ആർ പ്രസന്റ് ഇൻ. നമ്മൾ എവിടെയാണ് കാസ്പേരിയൻ സ്ട്രിപ്പിനെ കണ്ടത്? നമ്മൾ റൂട്ടിന്റെ അനാട്ടമി പറഞ്ഞ സമയത്താണ് നമ്മൾ കാസ്പേരിയൻ സ്ട്രിപ്പിനെ കാണുന്നത് അല്ലെ. റൂട്ടിന്റെ അനാട്ടമി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു എൻഡോഡെർമിസിന്റെ റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ വാൾസിൽ എന്ത് ചെയ്യുന്നുണ്ട്? സുപെറിൻ എന്ന് പറയുന്ന വാക്സി കോട്ടിങ് പ്രസന്റ് ആണ്. ദെൻ അതാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? കാസ്പേരിയൻ സ്ട്രിപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എവിടെയാണ് കാസ്പേരിയൻ സ്ട്രിപ്പ് കാണുന്നത്? ഡൈക്കോട്ട് റൂട്ട് ആണ്. സോ നമ്മൾ ഓപ്ഷൻ എ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വാസ്കുലാർ ബണ്ടിലിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഡയഗ്രാംസ് ആണിത്. ഓക്കെ, അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് എയും ബിയും മനസ്സിലാക്കി ദെൻ എന്ത് ചെയ്യുക? അതിന്റെ ഡിഫറൻസുകൾ എഴുതാനാ. അപ്പം ആദ്യം എഴുതി വെക്കേണ്ടത് എ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് വാസ്കുലാർ ബണ്ടിലാ? റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ് എ. ആൻഡ് ബി എന്ന് പറയുന്നത് ഏത് ടൈപ്പാ? കൺജോയിന്റ് ഓപ്പൺ ടൈപ്പ് വാസ്കുലാർ ബണ്ടിലാണ് എന്ത്? ബി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എഴുതണം. അപ്പൊ നിങ്ങൾ 2 കോളാക്കുക. ഒന്നിൽ റേഡിയൽ എന്നും ഒന്നിൽ കൺജോയിന്റ് ഓപ്പൺ എന്നും എഴുതാം. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈലവും ഫ്ലോയവും ഡിഫറെന്റ് റേഡിയസിലാണ് അറേഞ്ച് ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയാം. സാധാരണയായിട്ട് നമുക്ക് റൂട്ടിലാണ് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽസ് കാണാൻ പറ്റാറുള്ളത്. അടുത്തത് കൺജോയിന്റ് ഓപ്പൺ. അങ്ങനെ തന്നെ എഴുതാനേ, വെറും കൺജോയിന്റ് എന്ന് എഴുതിയാൽ പോരാ. കൺജോയിന്റ് ഓപ്പൺ ടൈപ്പാ. എന്താ കൺജോയിന്റ് ഓപ്പൺ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലം ആൻഡ് ഫ്ലോയം അറേഞ്ച്ഡ് ഇൻ ദ സെയിം റേഡിയസ് ആണ്. സെയിം റേഡിയസിലാണ് അറേഞ്ച് ചെയ്യുക. ആൻഡ് അതിന് ബിറ്റ്വീൻ ആയിട്ട് എന്ത് പ്രസന്റ് ആയിരിക്കും? ക്യാമ്പിയം പ്രസന്റ് ആയിരിക്കും. നമുക്ക് ഈ ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽ എവിടെയാണ് കാണാൻ പറ്റുക? ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് കാണാൻ പറ്റുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ ഈ ഭാഗം പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Name the waxy thick layer seen over the epidermis which prevent the loss of water. അപ്പോൾ എപ്പിഡാമിസിനെ റിഗാർഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാ. നമ്മൾ റൂട്ട് ആണെന്നുണ്ടെങ്കിലും അതേപോലെ സ്റ്റെം ആണെങ്കിലും ലീഫ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഏറ്റവും പുറമേ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ ലെയറാണ് എന്ത്? എപ്പിഡാമിസ്. ആ എപ്പിഡാമിസിനെ കവർ ചെയ്യുന്ന വാക്സി തിക്ക് ലെയർ ഏതാണെന്നാണ് ചോദ്യം. അത് ഏതാണ് ആ വാക്സി തിക്ക് ലെയർ എന്ന് പറയുന്നത്? സിമ്പിൾ ആണ്, ഇറ്റ് ഈസ് ക്യൂട്ടിക്കിൾ. സോ ആൻസർ ക്യൂട്ടിക്കിൾ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ടേംസ് ഗിവൺ ബിലോ. ഇവിടെ സൈലം, റൂട്ട് ഹെയർസ്, പിത്ത്, സ്റ്റൊമാറ്റ, ക്യാമ്പിയം, ബുള്ളിഫോം സെൽസ്, ഇത്രയും ടേംസ് നമുക്ക് കാണാൻ പറ്റും. ഫ്രം ദിസ് ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദി സ്ട്രക്ചർ സീൻ ഇൻ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, റൈറ്റ് ദിയർ ഫംഗ്ഷൻ. അപ്പൊ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം തുടക്കത്തിൽ നമ്മൾ ടിഷ്യൂ സിസ്റ്റത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 3 ടൈപ്പ് ടിഷ്യൂ സിസ്റ്റം ആണ് പഠിക്കുന്നത്. എപ്പിഡെർമൽ ഉണ്ട്, അതേപോലെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്.
എപ്പിഡേമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പം അതിൽ ആരൊക്കെയാ വരുന്നത്? നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് ഇങ്ങനെയാ പറയുന്നത്, ആരൊക്കെയാ വരുന്നടാ? അതിൽ എപ്പിഡേമിസ് ഉണ്ട്, അതേപോലെ ആരുണ്ട്? അതിൽ സ്റ്റൊമാറ്റ ഉണ്ട്, അതിൽ പിന്നെ ആരുണ്ട്? എപ്പിഡേമൽ അപ്പൻഡേജസ് ഉണ്ട്. അപ്പൊ എപ്പിഡേമിസ് ഉണ്ട്, സ്റ്റൊമാറ്റ ഉണ്ട്, എപ്പിഡേമൽ അപ്പൻഡേജസ് ഉണ്ട്. ശരിയല്ലേ? അപ്പൊ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും സൈലം. സൈലം എന്തല്ല? എപ്പിഡേമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. അത് ഏതിന്റെ ഭാഗ? വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗം. അപ്പൊ ഇത് എഴുതാൻ പറ്റില്ല. ദെൻ റൂട്ട് ഹെയേഴ്സ്. റൂട്ട് ഹെയേഴ്സ് ആരാ? എപ്പിഡേമൽ അപ്പൻഡേജസ് അല്ലേ? അപ്പൊ ഇത് പറ്റും. ദെൻ പിത്ത് ഏതിന്റെ ഭാഗ? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗ. എഴുതാൻ പറ്റില്ല. സ്റ്റൊമാറ്റ ഏതിന്റെയാ? എപ്പിഡേമൽ ടിഷ്യൂ സിസ്റ്റം. ക്യാമ്പിയം വരുമോ? ഇല്ല. ബട്ട് ബുള്ളിഫോം സെൽസ് ഏതിന്റെ ഭാഗമാണ്? ഈ എപ്പിഡേമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗ. അപ്പൊ ആരൊക്കെ ഇവിടെ വരുന്നത്? ഇവിടെ റൂട്ട് ഹെയേഴ്സ് ഉണ്ട്, അതേപോലെ സ്റ്റൊമാറ്റ ഉണ്ട്, ബുള്ളിഫോം സെൽസ് ഉണ്ട്. സോ ആൻസർ ഈ രീതിയിൽ എഴുതി വെക്കാം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണേ? അറേഞ്ച് ദ ഫോളോയിങ് അനാട്ടമിക്കൽ ക്യാരക്ടേഴ്സ് ഇൻ അപ്രോപ്രിയേറ്റ് കോളം. നമുക്കിവിടെ താഴെ കുറേ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ലീഫിൻ്റെയും ക്യാരക്ടേഴ്സ് ഒക്കെ മിക്സ്ഡ് ആയിട്ട് കിടക്കുക. നമ്മളിവിടെ അത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, നോക്കുക. കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽസ്. എവിടെ നമുക്ക് കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽ കാണാൻ പറ്റുക? നമുക്ക് സ്റ്റെമ്മിലും കാണാൻ പറ്റും, ലീഫിലും കാണാൻ പറ്റും. അപ്പർ ആൻഡ് ലോവർ എപ്പിഡേമിസ് എവിടെ മാത്രമേ കാണാൻ പറ്റൂ? ലീഫിൽ മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ, അത് ലീഫാ. എക്സാർക്ക് സൈലം റൂട്ടിൻ്റെ ക്യാരക്ടറാ. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ റൂട്ടാണ്. എൻഡാർക്ക് സൈലം സ്റ്റെമ്മാണ്. ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് കോൾഡ് മീസോഫിൽ എന്താ? ലീഫാ. അപ്പം അതാത് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുക? ആ കോളത്തിൽ കൊണ്ടുപോയിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ടിയേഴ്സ് ഓഫ് എ പ്ലാന്റ് പാർട്ട് ഗിവൺ ബിലോ. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കുക. ഐഡന്റിഫൈ ദ പ്ലാന്റ് പാർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ് വാസ്കുലാർ ബണ്ടിൽ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഗ്രൗണ്ട് പ്ലാൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അറേഞ്ച്മെന്റ് റിംഗ് അറേഞ്ച്മെന്റാണ്. ഇപ്പോൾ വാസ്കുലാർ ബണ്ടിൽസിനെ റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏതിൻ്റെ കേസിലാ? ഇറ്റ് ഈസ് ഡൈക്കോട്ട് സ്റ്റെമ്മ. സോ ഐഡന്റിഫൈ ദ പ്ലാന്റ് പാർട്ട്, ഇറ്റ് ഈസ് ഡൈക്കോട്ട് സ്റ്റെം. എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് വാസ്കുലാർ ബണ്ടിൽ. എന്താണ് അതിൻ്റെ വാസ്കുലാർ ബണ്ടിലിൻ്റെ പ്രത്യേകത? വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് കൺജോയിൻറ്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. കൺജോയിൻറ്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. അതേപോലെ സൈലം എന്ന് പറയുന്നത് എൻഡാർക്കാണ്. ദെൻ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാ? റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് വാസ്കുലാർ ബണ്ടിലിന് ഉള്ളത്. ഇത്ര എഴുതിയാൽ പോരെ? അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ എന്തായി? ആ ഭാഗം കംപ്ലീറ്റ് ആയി. ഓക്കെ.